ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 5ാമത്തെ പാഠമായിട്ടുള്ള നേരമായി എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സമയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ ചിത്രത്തിൽ? ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ ചിത്രമാണല്ലേ. 3:30 റോക്കറ്റ് വിടും. ഇപ്പോൾ എത്ര സമയമായി? 11:15. 11:15 ഇപ്പോൾ സമയം കണ്ടോ? 11:15 എന്ന് ക്ലോക്കിൽ അവിടെ തന്നിട്ടുണ്ട്. അതായത് 11:15 എന്ന് നമുക്ക് വായിക്കാം. റോക്കറ്റ് വിടാൻ ഇനി എത്ര സമയമുണ്ട്? അത് കാണാൻ 11:15 മുതൽ 3:30 വരെ എത്ര സമയമുണ്ടെന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കണക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സമയത്തെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിതാ ഇവിടെ ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ട്. ക്ലോക്കിൽ നിങ്ങൾക്കറിയാം 1 മുതൽ 12 വരെയുള്ള നമ്പറുകളാണല്ലേ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അത്രയും സംഖ്യകളാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പൊതുവായിട്ട് ക്ലോക്കിലുള്ളത് 3 സൂചികളും ഉണ്ടായിരിക്കും. ഇതിൽ കട്ടിയുള്ള ഈ വലിയ സൂചി, കട്ടിയുള്ള ഈ സൂചി മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിലും കുറച്ച് കനം കുറഞ്ഞ സൂചി മിനിറ്റിനെയും തീരെ കനമില്ലാത്ത സൂചി സെക്കൻഡിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വലിയ സൂചി ഏത് സംഖ്യയിലാണോ അത് നമ്മൾ മണിക്കൂറായിട്ടാണ് പറയുക. രണ്ടാമത്തെ സൂചി, അതായത് മിനിറ്റ് സൂചി ഏതിലാണോ അത് മിനിറ്റായിട്ടും നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഞാനിതിൽ 1 ഓരോ ടൈമായിട്ട് നോക്കാം. മണിക്കൂറിൻ്റെ സൂചി 1-ലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ 1 മണി. മണിക്കൂറിൻ്റെ സൂചി 2-ലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ 2 മണി. മണിക്കൂറിൻ്റെ സൂചി 3-ലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ 3 മണി. അങ്ങനെയാണ് വരിക. ഇനി ഈ മിനിറ്റ് സൂചി മാറുന്നതിനനുസരിച്ച് എങ്ങനെ സമയം മാറ്റാൻ പറ്റും? മിനിറ്റ് സൂചി ഓരോ അക്കത്തിലും എത്തുമ്പോൾ 5 മിനിറ്റ് വീതമാണ് കൂടുന്നത്. അതായത് 2 സംഖ്യകൾക്കിടയിൽ 5 ചെറിയ സൂചികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 5 ചെറിയ വരകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓരോ വരയും ഓരോ മിനിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. അപ്പോൾ 1 എന്നുള്ള സംഖ്യയിൽ മിനിറ്റ് സൂചി എത്തിയാൽ നമ്മൾ അതിന് 5 എന്നാണ് വിളിക്കുക. പിന്നെ 1-ന് ശേഷമുള്ളത് 6, 7, 8, 9, 10. അതായത് 2-ന് നേരെയാണെങ്കിൽ 10. അപ്പോൾ മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 1-ലും ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ 3, 5 എന്ന് പറയും. പിന്നെ അതുപോലെ മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 2-ലും ആണെങ്കിൽ 3, 10 എന്ന് പറയും. മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 3-ലും ആണെങ്കിൽ 2, 3-ലാണെങ്കിൽ 3, 15 എന്ന് പറയും. അതുപോലെ മിനിറ്റ് സൂചി 4-ലെത്തുമ്പോൾ 3, 20 എന്ന് പറയും. ഇങ്ങനെ 5 വീതമാണ് കൂടി പോവുക. അങ്ങനെ 11-ലെത്തുമ്പോൾ, അതായത് മണിക്കൂർ സൂചി 3-നും 4-നും ഇടയിലും 4-ലേക്ക് എത്തുന്ന രീതിയിലും മിനിറ്റ് സൂചി 11-ലും ആണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടി വരുമ്പോൾ 3, 55 എന്ന് പറയും. 55 കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ മണിക്കൂർ സൂചി 3-ൽ നിന്ന് 4-ലെത്തി. 4-ലും മിനിറ്റ് സൂചി 12-ലും എത്തി. അപ്പോൾ നമ്മൾ എന്താ സമയത്ത് പറയുക? 4 മണി എന്ന് പറയല്ലേ. അപ്പം ഇങ്ങനെയാണ് സമയം നമ്മൾ ഒരു ക്ലോക്കിലുള്ള സമയം നമ്മൾ വായിക്കേണ്ടത്. ഇനി നമുക്ക് ഈ പ്രവർത്തനം ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആദ്യം കാണുന്നതിനായിട്ട് നമുക്ക് 11:30 മുതൽ 3:30 വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കാം. 11:30 തുടങ്ങി 12:30 ആകുമ്പോൾ, അതായത് ഈ റൗണ്ട് ഒരു ക്ലോക്കിൽ മുഴുവനായിട്ട് റൗണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് എടുക്കുക. പിന്നെ 12:30 മുതൽ 1:30 വരെ ആകുമ്പോൾ 2 മണിക്കൂർ, അതായത് 1 മണിക്കൂർ കൂടെ എക്സ്ട്രാ വന്നു. 1:30 മുതൽ 2:30 വരെ ആകുമ്പോഴേക്ക് 3 മണിക്കൂർ. 2:30 നിന്ന് 3:30 ആകുമ്പോഴേക്ക് 4 മണിക്കൂർ. അങ്ങനെ ടോട്ടൽ 11:30 മുതൽ 3:30 വരെ 4 മണിക്കൂറാണ് വേണ്ടത്. പിന്നെ 11:15 മുതൽ 11:30 വരെ എത്ര മിനിറ്റ് വേണം? 11:15 നിന്ന് 11:20 ആവാൻ എത്ര? 5 മിനിറ്റ്. പിന്നെ 20-ൽ നിന്ന് 25, 25-ൽ നിന്ന് 30. അപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് വേണം. അങ്ങനെയെങ്കിൽ 11:15 മുതൽ 3:30 വരെ എത്ര മണിക്കൂറും എത്ര മിനിറ്റും വേണം? 4 മണിക്കൂറും 15 മിനിറ്റുമാണ് വേണ്ടത്. നിധിയുടെ വീട്ടിൽ. ഇവിടെ ക്ലോക്കിലെ സമയം നോക്കൂ. 9:15 ആണല്ലേ. ഡിജിറ്റൽ ക്ലോക്കിൽ സമയം തന്നിട്ടുള്ളത് 9:15 ആണ്. നിധിയുടെ സ്കൂൾ ബസ് എത്തുന്ന സമയം ക്ലോക്കിൽ വരയ്ക്കൂ. നിധി ഒരുങ്ങിക്കഴിഞ്ഞു, സ്കൂൾ ബസ് വരാൻ 15 മിനിറ്റേ ഉള്ളൂ എന്നമ്മ പറയുന്നുണ്ട്. അതായത് 9:15 ശേഷം 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നിധിയുടെ സ്കൂൾ ബസ് വരും. അപ്പോൾ 9:15 ശേഷം 15 മിനിറ്റ് കഴിഞ്ഞാൽ എത്ര സമയമാവും? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 9:20 വീണ്ടും 5 മിനിറ്റ്, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എത്രയായി? 9:25 15 മിനിറ്റ് കഴിഞ്ഞാൽ 9:30 അപ്പോൾ 9:30 എങ്ങനെയാണ് നമ്മൾ ക്ലോക്കിൽ വരച്ച് ചേർക്കുന്നത്? വലിയ സൂചി
9നും 10നും ഇടയിലായിട്ടും ചെറിയ സൂചി 30 ആയതുകൊണ്ട് 6ന് നേരെയും, അതായത് 1ന് നേരെയാണെങ്കിൽ മിനിറ്റ് സൂചി 5 ആണ്, 2ന് നേരെ 10, 3ന് നേരെ 15, 4ന് നേരെ 20, 5ന് നേരെ 25, 6ന് നേരെ 30. അപ്പം ഇങ്ങനെയാണ് 9:30 എന്ന സമയം വരയ്ക്കേണ്ടത്. സമയത്ത് നമ്മൾ എങ്ങനെ എഴുതാം? 9 മണി 30 മിനിറ്റ് എന്നാണ് എഴുതുന്നത്. ഇവിടെ സ്കൂൾ ഡിജിറ്റൽ ക്ലോക്കിൽ നോക്കൂ, 9:29:52, അതായത് 9 മണിക്കൂർ 29 മിനിറ്റ് 52 സെക്കൻഡ്, 9 മണിക്കൂർ 29 മിനിറ്റ് 53 സെക്കൻഡ്, പിന്നെ 54 സെക്കൻഡ്, 55 സെക്കൻഡ്, 56 സെക്കൻഡ്, 9 മണിക്കൂർ 29 മിനിറ്റ് 56 സെക്കൻഡ്. എങ്കിലിനി ബാക്കിയുള്ളത് എങ്ങനെ വരും? 57 സെക്കൻഡ്, 58 സെക്കൻഡ്, 59 സെക്കൻഡ്, പിന്നെ 9 മണിക്കൂർ 29 മിനിറ്റ് 59 സെക്കൻഡ് എന്നുള്ളത് ഒരു സെക്കൻഡ് കൂടെ കൂടിയാൽ 9 മണിക്കൂർ 30 മിനിറ്റ് എന്നാവും അല്ലേ? അതായത് ആകെ 60 സെക്കൻഡാണ് ഒരു മിനിറ്റ് ആവുന്നത്, 60 മിനിറ്റുകൾ ചേർന്നതാണ് ഒരു മണിക്കൂർ. അപ്പോൾ 60 സെക്കൻഡ് ആവുമ്പോൾ 59 കഴിഞ്ഞ് 60ാമത്തെ സെക്കൻഡ് ആവുമ്പോൾ 9 മണിക്കൂർ 30 മിനിറ്റ് എന്നാവും. പിന്നെ 30 ഒരു സെക്കൻഡ് ആവും, 30 ഒരു 2 സെക്കൻഡ്, പിന്നെ 9 മണിക്കൂർ 30 മിനിറ്റ് 3 സെക്കൻഡ് ആവും, പിന്നെ 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ് എന്നിങ്ങനെ പോകും. അങ്ങനെ 7, 8, 9 സെക്കൻഡൊക്കെ കഴിഞ്ഞ് 59 സെക്കൻഡ് ആകുമ്പോൾ പിന്നെ എന്താവും? 30 മിനിറ്റ് ഉള്ളത് 31 മിനിറ്റ് ആവും. ഡിജിറ്റൽ ക്ലോക്കിലും അടുത്ത സമയം നിങ്ങൾ എഴുതൂ. നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ? മുകളിലെ ചിത്രത്തിലെ സമയം ശ്രദ്ധിച്ചോ? എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? 9 മണി 29 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം എത്രയാണ്? നമ്മൾ പറഞ്ഞു 59 കഴിഞ്ഞാൽ പിന്നെ 60 സെക്കൻഡ് ആകുമ്പോൾ 29 മിനിറ്റ് എന്നുള്ളത് എന്താവും? 30 മിനിറ്റ് എന്നാവും അല്ലേ? അപ്പോൾ 9 മണി 30 മിനിറ്റ് എന്നായി. പിന്നെ അതായത് 9 മണി 30 മിനിറ്റ് 0 സെക്കൻഡ്. 29 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം നോക്കൂ, എത്രയാണ്? നമ്മൾ പറഞ്ഞു 30 മിനിറ്റ്. അതായത് 60 സെക്കൻഡ് കഴിഞ്ഞാൽ 60 സെക്കൻഡുകൾ ചേർന്നാൽ 1 മിനിറ്റായി. പിന്നെ അതുപോലെ തന്നെ 60 മിനിറ്റുകൾ ചേർന്നാൽ 1 മണിക്കൂറായി. ഇങ്ങനെ തുടർന്ന് പോകും. സെക്കൻഡും മിനിറ്റുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തേത് 0 മിനിറ്റ് 58 സെക്കൻഡ്, 0 മിനിറ്റ് 59 സെക്കൻഡ്, പിന്നെ 1 സെക്കൻഡ് കൂടെ കൂടിയാൽ അതിലേക്ക് 1 മിനിറ്റായി. 1 മിനിറ്റ് 0 സെക്കൻഡ്, പിന്നെ 1 മിനിറ്റ് 1 സെക്കൻഡ്. നിധി സ്കൂളിൽ, അവിടെ ഡിജിറ്റൽ ക്ലോക്കിൽ എഴുതിയിരിക്കുന്ന സമയം നോക്കൂ, 9:40 അല്ലേ? 9 മണിക്കൂർ 40 മിനിറ്റ് 0 സെക്കൻഡ്. നിധി സ്കൂളിലെത്തിയ സമയം നോക്കൂ, സ്കൂളിലെത്താൻ നിധി എത്ര സമയം യാത്ര ചെയ്തു? 9:30 നിധി വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്, പിന്നെ സ്കൂളിലെത്തിയത് 9:40. അപ്പോൾ ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. അതായത് 9:30 മുതൽ 9:40 വരെ 10 മിനിറ്റാണുള്ളത്. നടത്ത മത്സരം എപ്പോൾ തുടങ്ങും? 10:30 തുടങ്ങും. അപ്പോൾ സമയം 9:45 ആയിട്ടുണ്ട്. 10:30 നടത്ത മത്സരം തുടങ്ങുകയാണ്. നടത്ത മത്സരം ആരംഭിച്ച സമയമാണ് ഡിജിറ്റൽ ക്ലോക്കിൽ കാണുന്നത്. 10:30 സമയം. കുട്ടികൾ 100 മീറ്റർ നടന്നെത്തിയ സമയം നോക്കൂ. മിലി എത്തിയ സമയം 10 മണിക്കൂർ 31 മിനിറ്റ് 32 സെക്കൻഡ്. തനു എത്തിയത് 10:31 മിനിറ്റ് 25 സെക്കൻഡ്. സയ എത്തിയത് 10 മണിക്കൂർ 31 മിനിറ്റ് 12 സെക്കൻഡ്. നിധി എത്തിയത് 10:31 മിനിറ്റ് 29 സെക്കൻഡ്. അയന എത്തിയത് 10:31 മിനിറ്റ് 15 സെക്കൻഡ്. മത്സരത്തിൽ 1-ാം സ്ഥാനം ആർക്കാണെന്ന് എങ്ങനെ അറിയാം? ഡിജിറ്റൽ ക്ലോക്കിലെ സമയം നോക്കൂ. അവരെത്തിച്ചേർന്നിട്ടുള്ള സമയത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. മിലി നടന്നെത്തിയ സമയം എത്രയാണ്? 10 മണി 31 മിനിറ്റ് 32 സെക്കൻഡാണ്. എത്ര സമയമെടുത്തു? 10:30 മുതൽ 10:31 വരെ 1 മിനിറ്റാണ് അല്ലേ ഉള്ളത്. അതായത് 30 മുതൽ 31 വരെ എത്താൻ 1 മിനിറ്റാണ്. പിന്നെ അതിലേക്കൊരു 32 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് 32 സെക്കൻഡാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടന്നു തീർത്തത് ആരാണ്? അപ്പം എല്ലാവരും 10:31 എത്തിയിട്ടുണ്ട്. അത് മിനിറ്റൊക്കെ എല്ലാവരും കറക്റ്റാണ്, പക്ഷെ ഒരുപോലെയാണ്. പക്ഷെ സെക്കൻഡിൽ ആരാണ് ആദ്യം എത്തിയത്? സയയാണ്. സയ 12 സെക്കൻഡ് കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം സയയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിയത്. എത്ര സമയമെടുത്തു? 10:31 12 സെക്കൻഡ്. മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടിയവരുടെ പേര് ക്രമത്തിൽ എഴുതുക. അപ്പോൾ 1-ാം സ്ഥാനം സയയ്ക്കാണ്, 2-ാം സ്ഥാനം അയനയാണ്. 10 മണിക്കൂർ 10:31 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടെത്തി. പിന്നെ
അതായത് 1 മിനിറ്റും 15 സെക്കൻഡും കൊണ്ടെത്തി. പിന്നെ അടുത്തത് വരുന്നത് തനുവാണ്. 1 മിനിറ്റും 25 സെക്കൻഡും കൊണ്ട് എത്തി. ഇനി നിങ്ങളോടും ഇതുപോലെ ഓട്ട മത്സരം നടത്തി ഓടിയെത്തിയ സമയം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറ്റ് കളി. നമുക്ക് സാറ്റ് കളിക്കാം. 50 വരെ എണ്ണിയാൽ മതി. ടീച്ചറെ, എനിക്ക് ഒളിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഒരു കുട്ടിയുടെ പരാതി പറയുന്നുണ്ട്. 1 മുതൽ 50 വരെ എണ്ണാൻ വേണ്ട സമയം എത്രയായിരിക്കും? നിങ്ങളുടെ ഊഹം നിങ്ങളോട് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അത് നിങ്ങൾ എണ്ണിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വന്നു എന്ന് അവിടെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ എനിക്ക് 30 സെക്കൻഡ് കൊണ്ട് എണ്ണി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൂട്ടുകാർ എണ്ണാനെടുക്കുന്ന സമയം പട്ടികയിൽ എഴുതണം. അതായത് നിങ്ങളുടെ കൂട്ടുകാർ അവർ എത്ര സമയം എടുത്തു അത് പട്ടികയിൽ എഴുതുക. എണ്ണുന്നതിനെടുത്ത കുറഞ്ഞ സമയം എത്രയാണ്, ആരാണ് എടുത്തത് എന്ന് എഴുതുക. കൂടുതൽ സമയം ആരാണ് എടുത്തത് അത് എത്രയാണെന്നും എഴുതി കൊടുക്കുക. എൻ്റെ സമയം. നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. എന്തൊക്കെ ചെയ്യാം മക്കളെ? വെള്ളം കുടിക്കാം, പുസ്തകങ്ങൾ എടുത്തു വയ്ക്കാം, വസ്ത്രം ധരിക്കാം, കവിത ചൊല്ലാം, കുറച്ചു ദൂരം ഓടി വരാം, ചിത്രം വരയ്ക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നടക്കാം, സമയം നോക്കാം. ക്ലാസ്സിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒരു വട്ടം നടക്കൂ. നടക്കാനെടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണക്കാക്കൂ. അപ്പോൾ ഇത് മക്കൾ ചെയ്ത് നോക്കുക ക്ലാസ്സിൽ. കാരണം ഓരോരുത്തരുടെയും ക്ലാസ്സിൻ്റെ വലുപ്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് സമയം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെയും സ്പീഡ്, നടക്കുന്നതിൻ്റെ വേഗതയിൽ മാറ്റം ഉണ്ടാവും. അതിനനുസരിച്ചും സമയം വ്യത്യാസപ്പെടാം. അപ്പോൾ അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ട പ്രവർത്തനമാണ് കേട്ടോ. വട്ടം ചുറ്റാം. വട്ടം വട്ടം ചുറ്റുന്നേ, മണിക്കൂർ സൂചി ചുറ്റുന്നേ, 2 വട്ടം ചുറ്റിയിടിൽ പൂർത്തിയാകും ദിനമൊന്ന്. അതായത് മണിക്കൂർ സൂചി 2 തവണ ക്ലോക്കിൽ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം പൂർത്തിയാകും അല്ലേ. 1 മുതൽ 12 വരെ ആവുമ്പോൾ പകുതി ദിവസമാവും. വീണ്ടും 1 മുതൽ 12 വരെ ആവുമ്പോൾ ഒരു ദിവസം പൂർത്തിയാകും. വട്ടം വട്ടം ചുറ്റുന്നേ, മിനിറ്റ് സൂചി ചുറ്റുന്നേ, എത്ര വട്ടം ചുറ്റിയണം പൂർത്തിയാകാൻ ദിനമൊന്ന്. അങ്ങനെയെങ്കിൽ മിനിറ്റ് സൂചി എത്ര തവണ ചുറ്റുമ്പോഴാണ് ഒരു വട്ടം പൂർത്തിയാകുന്നത് എന്നാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, മിനിറ്റ് സൂചി 1 തുടങ്ങി അത് 12 വരെ എത്തുമ്പോൾ എത്ര സമയം ചുറ്റുന്നുണ്ട്? 1 മണിക്കൂർ അല്ലേ. മിനിറ്റ് സൂചി 1 തുടങ്ങി 12 വരെ ആവാൻ, 12 തുടങ്ങി 12 തന്നെ ആവാൻ 1 മണിക്കൂർ. അങ്ങനെ 12 തവണ അങ്ങനെ ചുറ്റി, അപ്പോൾ പകുതി ദിവസമായി. വീണ്ടും 12 തവണ ചുറ്റുമ്പോൾ അടുത്ത പകുതി ദിവസമാവും. അപ്പോൾ മിനിറ്റ് സൂചി 24 തവണ ചുറ്റണം ഒരു ദിവസമാകാൻ. സിൽ കോർണർ. തന്നിരിക്കുന്ന സംഖ്യ നോക്കൂ, 101. സംഖ്യയിലെ ഏതെങ്കിലും 2 വര മാത്രം മാറ്റി വരച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്താണ്? അപ്പോൾ നമുക്ക് 1-ൽ 2 വരകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 0-ൽ 1, 2, 3, 4, 5, 6 വരകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ 1-ലും 2 വരകൾ. അപ്പോൾ 1-ലെ വരകൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. കാരണം അപ്പോൾ അതിൻ്റെ വലുപ്പം കുറഞ്ഞു പോകും. നമുക്ക് സംഖ്യ ശരിക്കും എഴുതാനായിട്ട് സാധിക്കില്ല. പകരം 0-ലെ വരകൾ നമുക്ക് മാറ്റി നോക്കാം. നമുക്ക് 0-ത്തെ ആദ്യം 2 ആക്കി എഴുതി നോക്കാം. അതായത് ഇവിടെയുള്ളൊരു വര എടുത്തു, ഇവിടെയുള്ളൊരു വര എടുത്തു. എന്നിട്ട് ഒരു വര നമ്മൾ 2-ൽ തന്നെ കോമ്പൻസേറ്റ് ചെയ്തു. ബാക്കിയുള്ള ഒരു വര നമ്മൾ 1-ലേക്ക്, ആദ്യമുള്ള 1-ലേക്ക് കൊടുത്തു. അപ്പോൾ 7 ആയി. സംഖ്യ 721 അതുപോലെ 731 നമുക്ക് എഴുതാം. എങ്ങനെയാണ്? നമ്മൾ 0-ലുള്ള 2 വരകൾ എടുത്തു, അത് ഒരു വര എടുത്ത് 3 ആക്കി, മറ്റൊരു വര എടുത്ത് ആദ്യമുള്ള 1-ലേക്ക് കൊടുത്തു. അപ്പോൾ 731 ഇനി അതുപോലെ നമുക്ക് 751 എഴുതാം അല്ലേ. പിന്നെ നമുക്കതുപോലെ 161 ആക്കാം. 0-ലുള്ള ഈ ഒരു വര എടുത്ത് ഇങ്ങോട്ട് കൊടുത്താൽ 6 അപ്പോൾ 161 ആക്കാം. അതുപോലെ തന്നെ 191 ആക്കാം. അതായത് 0-ലുള്ള ഒരു വര എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു, അങ്ങനെ 191 ആക്കാം. സംഖ്യകളാണ് ആക്കാൻ പറ്റുന്നത്. അതിൽ ആക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 751. 101-ലെ 0-ലെ ഒരു വര മാത്രം എടുത്ത് 0-ൻ്റെ നടുക്ക് വെച്ചു. അപ്പോൾ നമുക്ക് 191 കിട്ടി. 191-നേക്കാൾ വലിയ സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 100-ലെ ഒരു വര മാത്രം മാറ്റിയിട്ട് അതിനേക്കാട്ടിലും വലിയ സംഖ്യ ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് 161 ഉണ്ടാക്കാം, അല്ലെങ്കിൽ 191 ഉണ്ടാക്കാം. അപ്പോൾ അതിൽ വലിയ സംഖ്യ 191. തുടക്കം മുതൽ ഒടുക്കം വരെ. ചിത്രം നോക്കൂ. വരച്ചു തുടങ്ങിയാൽ തീരുന്നത് വരെ പെൻസിൽ കടലാസിൽ നിന്നും എടുക്കാൻ പാടില്ല. വരച്ച വരയിലൂടെ വീണ്ടും വരയ്ക്കാനും പാടില്ല. വരയ്ക്കാൻ എത്ര സമയം എടുത്തു?
വളരെ എളുപ്പത്തിൽ നമുക്കിത് വരച്ചു തുടങ്ങാവുന്നതാണ്. ഇതാ നോക്കൂ, ഞാൻ വരച്ച് യോജിപ്പിക്കുന്നുണ്ട്. കൈയെടുക്കാതെ വേണം വരയ്ക്കാൻ. ഇതുപോലെ തന്നെ വരയ്ക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ എത്ര സമയം എടുത്തു എന്ന് ഇവിടെ എഴുതുക. എനിക്കെടുത്ത സമയം ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്കും ക്ലോക്ക്. നിധിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലോക്ക് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ക്ലോക്ക് കണക്കുപെട്ടിയിൽ വെക്കണേ. 11 മണിക്ക് ക്ലോക്ക് ഉണ്ടാക്കി തുടങ്ങണം. 2 മണിക്കൂറാണല്ലോ സമയം. അപ്പോൾ എത്ര മണിക്ക് ഉണ്ടാക്കി കഴിയുമെന്ന് ഈ ക്ലോക്കിൽ വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് തുടങ്ങി 2 മണിക്കൂർ കഴിയുമ്പോൾ എത്രയാകും? 11 മണിക്ക് തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ 12 മണിയാവും. വീണ്ടും 1 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ 1 മണിയാവും. 1 മണിക്കായിരിക്കും ഉണ്ടാക്കി കഴിയുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം മിനിറ്റിലെഴുതൂ. അതായത് 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു 60 മിനിറ്റാണ്. എങ്കിൽ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 കൂട്ടണം 60, അല്ലെങ്കിൽ 60 ഗുണിക്കണം 2 സമം 120 മിനിറ്റാണ്. അമ്പമ്പോ 2 മണിക്കൂർ എന്ന് വെച്ചാൽ 120 മിനിറ്റാണ്. അതായത് 120 മിനിറ്റ് എത്ര സെക്കൻഡുകളാണ്? നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 ഗുണിക്കണം 60 സമം 7200 സെക്കൻഡുകളാണ്. നിധി ഉണ്ടാക്കിയ ക്ലോക്ക് നോക്കൂ. സെക്കൻഡ് സൂചി 9-ൽ നിന്ന് 12-ൽ എത്താൻ എടുക്കുന്ന സമയമാണ്. എത്ര സെക്കൻഡാണ്? 9-ലാണുള്ളത്. പിന്നെ അവിടെ നിന്ന് എത്ര സെക്കൻഡുകൾ എടുത്താലാണ് 12-ൽ എത്തുക? 9-ൽ നിന്ന് 15 സെക്കൻഡ് നീങ്ങിയാലാണ് നമുക്ക് 12-ൽ എത്താൻ പറ്റുക. ക്ലോക്കിലെ സമയം എഴുതൂ. ക്ലോക്കിൽ എത്രയായി? 12-ൽ നിന്ന് 1 മണിയിലേക്ക് എത്താനാവുന്നേ ഉള്ളൂ. മിനിറ്റ് സൂചി 11-ലാണ്. അപ്പോൾ സമയം 12:55. 12 മണിക്കൂർ 55 മിനിറ്റ് പിന്നെ 45 സെക്കൻഡ്. 9-ന് നേരെയാണ് സെക്കൻഡ് സൂചി, അതുകൊണ്ട് 45 സെക്കൻഡ്. മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം എത്രയാണ് മക്കളെ? അതായത് 1 മുതൽ 12 വരെയാണല്ലേ. അപ്പോൾ മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങുക എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 12-ലെത്തുക. അപ്പോൾ എത്രയായി? 12 മണിക്കൂറായല്ലേ. 1-ൽ നിന്ന് 2-ലെത്തുമ്പോൾ 1 മണിക്കൂർ, 2-ൽ നിന്ന് 3-ലെത്തുമ്പോൾ 2 മണിക്കൂർ, 3-ൽ നിന്ന് 4-ലെത്തുമ്പോൾ വീണ്ടും 1 മണിക്കൂർ, അങ്ങനെ ഒന്നേ കൂട്ടണം 2 ഒന്ന് കൂട്ടി വരുമ്പോൾ ആകെ 12 മണിക്കൂറാണ് വേണ്ടത്. മിനിറ്റ് സൂചിയോ, അതായത് മിനിറ്റ് സൂചി എന്താണ്? 1-ൽ തുടങ്ങി 12 വരെ എത്താൻ എത്ര മണിക്കൂർ വേണമെന്നാണ് ചോദ്യം. 1 മുതൽ 12 വരെ ഇങ്ങനെ കറങ്ങാൻ 60 മിനിറ്റാണല്ലേ വേണ്ടത്. 1-ന് ശേഷം വീണ്ടും അതിനടുത്തുള്ള സംഖ്യയിലേക്ക്. അപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് എന്ന് പറയുമ്പോൾ 5 മിനിറ്റായി. 5 മിനിറ്റ് വേണം. പിന്നെ 2-ൽ നിന്ന് 3-ലേക്ക് 5 മിനിറ്റ്, അങ്ങനെ 60 തവണ കറങ്ങുന്നുണ്ട്. അതായത് 60 മിനിറ്റ് ആവുന്നുണ്ട്. 1 മണിക്കൂറാണ് അപ്പോൾ വേണ്ടത്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ. അപ്പോൾ മിനിറ്റ് സൂചി ഒരു വട്ടം കറങ്ങാൻ 1 മണിക്കൂർ വേണം. സെക്കൻഡ് സൂചി കറങ്ങാൻ എത്ര മിനിറ്റ് വേണം? അതായത് സെക്കൻഡ് സൂചി 1-ൽ തുടങ്ങി 12 വരെ എത്തുക എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് കറങ്ങുന്നു എന്നാണ് അർത്ഥം. 60 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങാൻ 1 മിനിറ്റ് വേണം. ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? സിമ്പിളാണ്, സെക്കൻഡ് സൂചിയാണല്ലേ. അതായത് സെക്കൻഡ് സൂചി പെട്ടെന്ന് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. 1 മിനിറ്റ് കൊണ്ട് ക്ലോക്ക് മുഴുവനായിട്ട് പൂർത്തിയാവും. മിനിറ്റ് സൂചി ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ക്ലോക്ക് മുഴുവനായിട്ട് കറങ്ങും. മണിക്കൂർ സൂചി ആണെങ്കിൽ 12 മണിക്കൂർ കൊണ്ടാണ് ക്ലോക്ക് മുഴുവനായിട്ട് കറങ്ങുന്നത്. അപ്പോൾ വേഗത്തിൽ കറങ്ങുന്ന സൂചി സെക്കൻഡ് സൂചിയാണ്. ക്ലോക്കിലെ 3 സൂചികളിൽ ഏറ്റവും വണ്ണം കുറഞ്ഞതും നീളം കൂടിയതുമായ സൂചിയാണ് സെക്കൻഡ് സൂചി. നമ്മൾ ഓൾറെഡി അത് ആദ്യം പഠിച്ചു കഴിഞ്ഞു. ക്ലോക്ക് നോക്കൂ, സമയം എഴുതൂ. നമുക്കിവിടെ ചിത്രത്തിൽ ഓരോ ക്ലോക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സമയം എത്രയാണ്? മണിക്കൂർ എത്ര, മിനിറ്റ് എത്ര, സെക്കൻഡ് എത്ര, അത് എഴുതി കൊടുക്കണം. ആദ്യത്തെ ക്ലോക്ക് നോക്കൂ. അതിൽ മണിക്കൂർ സൂചി 3-ൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്, 4-ലേക്ക് എത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളത് 3 എഴുതുക. സമയം നോക്കുമ്പോൾ ഏതിൽ നിന്നാണോ കഴിഞ്ഞത് അതാണ് നോക്കേണ്ടത്. ഓക്കെ, എത്തുന്നത് 4-ലേക്കാണ്. അപ്പോൾ 4 അല്ല എഴുതേണ്ടത്, 3 എഴുതേണ്ടത്. അപ്പോൾ 3 മണിക്കൂർ. മിനിറ്റ് എത്രയാണ്? മിനിറ്റ് സൂചി 6-ന് നേരെയാണ്. അതായത് 1-ന് നേരെയാണെങ്കിൽ 5, 2-ന് നേരെയാണെങ്കിൽ 10, 3-ന് നേരെയാണെങ്കിൽ 15, 4-ന് നേരെയാണെങ്കിൽ 20, 5-ന് നേരെയാണെങ്കിൽ 25, 6-ന് നേരെയാണെങ്കിൽ 30. സെക്കൻഡ് സൂചി നോക്കൂ, 3-ന് നേരെയാണ്. 1-ന് നേരെയാണെങ്കിൽ 5, 2-ന് നേരെയാണെങ്കിൽ 10, 3-ന് നേരെയാണെങ്കിൽ 15. അപ്പോൾ സമയം എത്രയാണ്? 3 മണിക്കൂർ 30 മിനിറ്റ് 15 സെക്കൻഡ്. 3:30 സമയം. ഇനി അടുത്ത ക്ലോക്ക് നോക്കൂ. രണ്ടാമത്തെ ക്ലോക്ക് മണിക്കൂർ സൂചി 10-ന് നേരെയാണ്. മിനിറ്റ് സൂചി 2-ന് നേരെയാണ്. അതായത് 10. 1-ന് നേരെയാണെങ്കിൽ 5, 2-ന് നേരെയാകുമ്പോൾ 10. സെക്കൻഡ് സൂചി നോക്കൂ. 4-ൽ നിന്ന് വിട്ടിട്ടുണ്ട്. 4-ൽ നിന്ന് കഴിഞ്ഞ് 2
സൂചി കൂടെ അകലെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4-ലാകുമ്പോൾ 20ആണ്, പിന്നെ 21, 22. അപ്പോൾ സെക്കൻഡ് സൂചി 22-ലാണ് നിൽക്കുന്നത്. സമയം 10:10 10 മണിക്കൂർ 10 മിനിറ്റ് 22 സെക്കൻഡ്. സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കൂ. നമുക്കിവിടെ ക്ലോക്ക് തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. ആ സമയം ക്ലോക്കിൽ വരച്ചു കൊടുക്കണം. അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും വരച്ചു കൊടുക്കണം. ആദ്യത്തെ സമയം നോക്കൂ, 12 മണി 50 മിനിറ്റ് 30 സെക്കൻഡ്. 12 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 12-ലാണ് വരേണ്ടത് അല്ലേ. 12 മണിയാണ്, 12-ലാണ് വരേണ്ടത്. പക്ഷേ മിനിറ്റ് സൂചി കൂടെ ശ്രദ്ധിക്കണം. മിനിറ്റ് സൂചി 50-ലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, അടുത്ത മണിക്കൂർ ആവാനായിട്ടുണ്ട്, 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ് ആദ്യം നമുക്ക് വരയ്ക്കാം. 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10-ന് നേരെ മിനിറ്റ് സൂചി. 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മണിക്കൂർ സൂചി 12-ൽ നിന്ന് കഴിഞ്ഞ് 1-ന് നേരെ എത്തിയിട്ടുണ്ട്. 1-ൽ കറക്റ്റ് എത്തിയിട്ടില്ല, 1-ലേക്ക് എത്താറായിട്ടുണ്ട്. 30 സെക്കൻഡ്. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സൂചി 6-ന് നേരെ. രണ്ടാമത്തെ ക്ലോക്കിലെ സമയം 6 മണി 5 മിനിറ്റ് 16 സെക്കൻഡ്. 6 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 6-ന് നേരെ. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 1-ന് നേരെ. 16 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സൂചി 15 എന്ന് പറയുമ്പോൾ 3-ന് നേരെയാണ് വരേണ്ടത്. അപ്പോൾ 3-ൽ നിന്ന് 1 സെക്കൻഡ് കൂടെ മാറിയിട്ട്, അപ്പോൾ 3-ൽ നിന്ന് കുറച്ച് വിട്ട് വരച്ചു കൊടുക്കുക. 3-ൽ നിന്ന് കഴിയുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. പസിൽ കോർണർ. 1 മണിക്കൂർ മുമ്പ് സമയം 10 മണി 15 മിനിറ്റ് ആയിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും? അപ്പോൾ ഇപ്പോഴത്തെ സമയം കാണണം, 1 മണിക്കൂർ മുൻപുള്ള സമയമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള സമയം കാണണം, പിന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയവും കാണണം. അപ്പോൾ 1 മണിക്കൂർ മുൻപുള്ള സമയം സമം 10 മണി 15 മിനിറ്റ് എങ്കിൽ ഇപ്പോഴുള്ള സമയം, അതായത് ആ സമയത്തിൽ നിന്ന്, ഈ 10 മണി 15 മിനിറ്റിൽ നിന്ന് 1 മണിക്കൂറിന് ശേഷമുള്ള സമയമാണ് ഇപ്പോഴുള്ള സമയം. ആ സമയം എത്രയാണ്? 11 മണി 15 മിനിറ്റാണ്. 11 മണി 15 മിനിറ്റാണ് സമയം. ഇനി ഇവിടെ നിന്ന് 2.5 മണിക്കൂർ കഴിയണം. 11 മണി 15 മിനിറ്റിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയാവും? 1 മണി 15 മിനിറ്റ് ആവും. 1 മണിക്കൂർ കഴിഞ്ഞാൽ 12 മണി 15 മിനിറ്റ്. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ 1 മണി 15 മിനിറ്റ്. പിന്നെ ഒരു അരമണിക്കൂർ കൂടെ കഴിയണം. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് കൂടെ കഴിയണം. അപ്പോൾ 15 മിനിറ്റിൽ നിന്ന് 30 മിനിറ്റ് കൂടെ കഴിയുക എന്ന് പറയുമ്പോൾ 45 അപ്പോൾ സമയം 1 മണി 45 മിനിറ്റാണ്, അഥവാ 1:45. പല തുള്ളി പെരുവെള്ളം. ഈ ടാപ്പിൽ നിന്നും 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം വീതം ഒഴുകിപ്പോകുന്നുണ്ട് എങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും? 1 സെക്കൻഡിൽ ഒഴുകിപ്പോകുന്ന വെള്ളം സമം 1 മില്ലി ലിറ്ററാണ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് സമം 60 സെക്കൻഡാണ്. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 60 സമം 600 സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും? 600 ഗുണിക്കണം 1 അല്ലേ. 600 ഗുണിക്കണം 1 മില്ലി ലിറ്റർ, അഥവാ 600 മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും. സെക്കൻഡുകൾ മാത്രം. സെക്കൻഡ് സൂചി 12-ൽ നിന്നും 1-ലെത്താൻ എടുക്കുന്ന സമയം എത്ര? അതായത് 12 കഴിഞ്ഞു എത്ര കഴിഞ്ഞാണ് 1-ലെത്തുക? 5 സെക്കൻഡ് കഴിഞ്ഞാണ് 1-ലെത്തുക. സെക്കൻഡ് സൂചി 12-ൽ നിന്നും 2-ലെത്താൻ എടുക്കുന്ന സമയം. 1-ലെത്താൻ 5 സെക്കൻഡ് വേണം, 2-ലെത്താൻ വീണ്ടും ഒരു 5 സെക്കൻഡ് കൂടെ വേണം, അതായത് 10 സെക്കൻഡ് വേണം. സെക്കൻഡ് സൂചി 12-ൽ തുടങ്ങി 15 സെക്കൻഡ് ആകുമ്പോൾ ഏത് സംഖ്യയ്ക്ക് നേരെ എത്തും? 15 സെക്കൻഡ് കഴിയുമ്പോൾ നേരെ 3-ന് നേരെയാണ് വരുന്നത്. സെക്കൻഡ് സൂചി വട്ടത്തിൻ്റെ പകുതി ഭാഗം കറങ്ങാൻ വേണ്ട സമയം എത്ര? അതായത് 12-ൽ തുടങ്ങി അതിൻ്റെ പകുതി, ക്ലോക്കിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6-ന് നേരെ വരണം അല്ലേ. 6-ന് നേരെ വരാൻ വേണ്ട സമയം 30 സെക്കൻഡാണ്. അപ്പോൾ 30 സെക്കൻഡ് വേണം. പാചക മത്സരം. സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്നവർ ഒത്തുചേർന്നപ്പോൾ പലതരം പായസം ഉണ്ടാക്കി. പാചകം തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. ക്ലോക്കിലെ സമയം നോക്കൂ, മണിക്കൂർ സൂചി 10-നും 11-നും ഇടയ്ക്കാണ്. മിനിറ്റ് സൂചി 6-ന് നേരെയാണ്, അതായത് സമയം 10:30. സെക്കൻഡ് സൂചി 1-ന് നേരെയാണ്. അപ്പോൾ 5 സെക്കൻഡും ആയിട്ടുണ്ട്. ആദ്യത്തെ ആളെന്താ പറഞ്ഞത്? ഞാൻ 2 മണിക്കൂർ 10 സെക്കൻഡ് കൊണ്ട് തീർത്തു. അപ്പോൾ അവർ പറയുന്ന സമയങ്ങൾ, അവർ ചെയ്ത് തീരുന്ന സമയങ്ങൾ അടുത്തുള്ള ആ ക്ലോക്കിൽ വരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. പാചകം തുടങ്ങിയ സമയം 10:30. അപ്പോൾ ആദ്യത്തെ ആൾ 2 മണിക്കൂറും 10 സെക്കൻഡും കൊണ്ടാണല്ലേ. 10:30-ന് ശേഷം 2 മണിക്കൂർ ആയാൽ എത്രയായി? 1 മണിക്കൂർ കഴിഞ്ഞാൽ 11:30, 2 മണിക്കൂർ കഴിഞ്ഞാൽ 12:30. 12:30ഉം 10 സെക്കൻഡും. അപ്പോൾ മണിക്കൂറിൻ്റെ സൂചി 12-നും 1-നും ഇടയിലും, മിനിറ്റ് സൂചി 6-ന് നേരെയും,
പിന്നെ വരയ്ക്കേണ്ടത് സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് ആദ്യമേ 5-ന് 5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 10 സെക്കൻഡ് കൂടെ വൈകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1-ൽ നിന്ന് 10 സെക്കൻഡ് കൂടെ വൈകുക എന്ന് പറഞ്ഞാൽ 3-ന് നേരെ വരും. രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞത്? എനിക്ക് 132 മിനിറ്റ് 35 സെക്കൻഡ് മതിയായിരുന്നു. അപ്പോൾ ഈ 132 മിനിറ്റിനെ നമ്മൾ ആദ്യം എത്ര മണിക്കൂറാണ് എന്ന് എഴുതണം. 60 മിനിറ്റ് എന്ന് പറഞ്ഞാലാണ് 1 മണിക്കൂർ ആവുക നമുക്കറിയാം. അപ്പോൾ ഈ 2 മണിക്കൂർ ആവണമെങ്കിൽ 60 ഗുണിക്കണം 2, 120 മിനിറ്റ് ആയാൽ 2 മണിക്കൂറായി. ബാക്കി എത്ര മിനിറ്റ് കൂടെയുണ്ട്? 2 മണിക്കൂർ കഴിഞ്ഞു. അതായത് 12:30 ആയ സമയം. പിന്നെ മിനിറ്റ് സൂചി എത്രയിൽ വരും? 132 വേണ്ടത്. അതിൽ 120 മിനിറ്റ് ഓൾറെഡി 2 മണിക്കൂറായി എന്ന് പറയുമ്പോൾ ആയി. ബാക്കി 132 കുറയ്ക്കണം 120, 12 മിനിറ്റ് ആവും. 12 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെ വരും മക്കളെ? 2-ന് നേരെയാണെങ്കിൽ 10 മിനിറ്റ്, അതിൽ നിന്ന് 2 കുത്തുകൂടെ അപ്പുറത്തേക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ 2-ൽ നിന്ന് വിട്ടിട്ടാണ് മിനിറ്റ് സൂചി വരയ്ക്കേണ്ടത്. 35 സെക്കൻഡ്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് സൂചി 1-ലാണ് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്നും 30 സെക്കൻഡ് കൂടെ കഴിയുക. 35 സെക്കൻഡ് കൂടെ കഴിയുക. അതായത് സാധാരണ 35 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 7-ന് നേരെയാണ് വരിക. ഇപ്പോൾ ഇവിടെ 5-ന് നേരെ 5 സെക്കൻഡ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 8-ന് നേരെയായിരിക്കും സെക്കൻഡ് സൂചി വരിക. മൂന്നാമത്തെ ആൾ പറയുന്നത് നോക്കൂ. 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുൻപ് എൻ്റെ പാചകം കഴിഞ്ഞു. അതായത് 10:30ക്കാണ് സമയം, 10:30-നാണ് പാചകം തുടങ്ങിയത്. അതിൽ നിന്ന് 2 മണിക്കൂർ ആവുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തണം? 12:30 അല്ലേ. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 120 മിനിറ്റാണ്. 1 മണിക്കൂർ 60 മിനിറ്റും അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ 120 മിനിറ്റ്. ഈ 120 മിനിറ്റ് ആവുന്നതിൻ്റെ 20 മിനിറ്റ് മുൻപ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. 20 മിനിറ്റ് 45 സെക്കൻഡ് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ആദ്യം നമുക്ക് നോക്കാം. 20 മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ 120 ആവുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള 20 മിനിറ്റ്. അതായത് 120 കുറയ്ക്കണം 20. എത്രയായി മക്കളെ? 100 അപ്പോൾ 100-നെ നമുക്ക് എത്ര മണിക്കൂറായിട്ട് എഴുതാം? 60 മിനിറ്റാണ് 1 മണിക്കൂർ. അപ്പോൾ 60 മിനിറ്റും 40 മിനിറ്റും, 60 + 40 100 അല്ലേ. അപ്പോൾ 10:30-ൽ നിന്ന് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞു, 60 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 60 മിനിറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ 11:30 എത്തി. പിന്നെ അതിൽ നിന്നൊരു 40 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 11:30-ൽ നിന്ന് 40 മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ എവിടെ എത്തും? 11:30-ൽ നിന്ന് 30 മിനിറ്റ് കഴിഞ്ഞാൽ 12-ലെത്തും, 12 മണിയാവും. അവിടെ നിന്നൊരു 10 മിനിറ്റ് കൂടെ കഴിയും. അപ്പോൾ 12:10. മണിക്കൂർ സൂചി 12-ലും മിനിറ്റ് സൂചി 2-ന് നേരെയും. പക്ഷെ അത് മാത്രമല്ല, നമ്മളോട് സെക്കൻഡും കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 45 സെക്കൻഡ് ആവുന്നതിന് മുൻപാണ്. അതായത് 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 45 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 60 കുറയ്ക്കണം 45, 15 സെക്കൻഡുകളൂടെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 45 കുറച്ചത് കൊണ്ട് തന്നെ നമുക്ക് 40 മിനിറ്റ് എന്നുള്ളത് എന്താവും? 39 മിനിറ്റ് ആവും. അതായത് 39-ലേക്ക് 15-ഉം ഈ 45-ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ 40 ആവുക. അതായത് 1 മിനിറ്റ് കൂടെ ആവുക. അപ്പോൾ അതിൻ്റെ മുൻപാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മണിക്കൂർ സൂചി 12-ൽ, മിനിറ്റ് സൂചി 2-ന് നേരെ തൊട്ട് നേരെയല്ല 9-ലേക്കൊക്കെ എത്തും. 12:39 അല്ലേ ആവുന്നത്. അപ്പോൾ 9-ലേക്ക് എത്തും. അതായത് 2-ന് എത്തുന്നതിന് തൊട്ട് മുൻപ്. പിന്നെ സെക്കൻഡിൻ്റെ സൂചി 3-ന് നേരെയും ആയിരിക്കും. അടുത്തയാൾ നോക്കൂ, 4-മത്തെ ആൾ. എനിക്ക് 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും വേണ്ടി വന്നു. അതായത് 10:30-നാണ് തുടങ്ങിയത്. അപ്പോൾ 10:30-ൽ നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ എത്രയായി? 11:30 പിന്നെ 50 മിനിറ്റ് കൂടെ കഴിയണം. അതായത് 11:30-ൽ നിന്ന് 50 മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? 30-ൽ നിന്ന് 30 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 12 മണിയാവും. പിന്നെ അതിൽ നിന്ന് 20 മിനിറ്റ് കൂടെ കഴിയണം. അതായത് 12:20 ആവും. അപ്പോൾ മണിക്കൂർ സൂചി 12-നും 1-നും ഇടയ്ക്ക്, മിനിറ്റ് സൂചി 4-ന് നേരെ, സെക്കൻഡ് സൂചി 5-ലാണുള്ളത്, 1-ന് നേരെയാണുള്ളത്. അതിൽ നിന്ന് 25 സെക്കൻഡ് കഴിയണം. അതായത് 6-ന് നേരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റും 30 സെക്കൻഡും. ഓരോരുത്തരും ഉണ്ടാക്കി തീർന്ന സമയം അടുത്തുള്ള ക്ലോക്കിൽ വരയ്ക്കൂ. നമ്മളത് വരച്ച് ചേർത്തു. പാചകത്തിന് വേണ്ടി വന്ന ഏറ്റവും കൂടുതൽ സമയം എത്രയാണ്? 2 മണിക്കൂർ 12 മിനിറ്റ് 35 സെക്കൻഡാണ്. ഏറ്റവും കുറവ് സമയം എത്രയാണ്? 1 മണിക്കൂർ 39 മിനിറ്റ് 15 സെക്കൻഡാണ്.
നോട്ടീസ് ബോർഡ്. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ദേശീയ ഗണിതശാസ്ത്ര ദിനാഘോഷത്തിന്റെ മുന്നോടിയായുള്ള മത്സരങ്ങൾ 20/12/2025 നടക്കും. മത്സരിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ ഇന്ന് 1:30 മുൻപായി ക്ലാസ് അധ്യാപകർക്ക് പേര് കൊടുക്കണം. നടത്തുന്ന മത്സരങ്ങൾ ഗണിത ക്വിസ്, ഗണിത പസിൽ, പാറ്റേൺ രചന എന്നിവയാണ്. ഇവിടെ 20/12/2025 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ദിവസം, മാസം, വർഷം എന്ന ക്രമത്തിലാണ് നമ്മൾ തീയതി എഴുതുന്നത്. അതായത് 20 ഏത് ദിവസമാണോ, അതായത് ഡേറ്റ്, ഓക്കെ, ദിവസം ഏതാണോ 1 മുതൽ 30 വരെ മാസങ്ങളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുള്ള ദിവസമാണ് 20. പിന്നെ 12 എന്ന് പറയുമ്പോൾ മാസം, എത്രാമത്തെ മാസമാണ് എന്നുള്ള കണക്ക്. 2025 എന്നത് വർഷം. മാസം, ദിവസം, വർഷം എന്ന ക്രമത്തിൽ എഴുതുന്ന രീതിയും ഉണ്ട്. പേര് കൊടുക്കേണ്ട അവസാന തീയതി എന്നാണ്? അടിച്ചിരിക്കുന്നത് 15/2/2025 അപ്പം അന്ന് ഉച്ചയ്ക്കാണ് പേര് കൊടുക്കേണ്ട അവസാന ദിവസം. അതുകൊണ്ട് 15/12/2025 പേര് കൊടുക്കേണ്ട അവസാന തീയതി. ജില്ലാ മത്സരം 11/1/2026 സ്കൂൾ മത്സരം കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് സബ് ജില്ലാ മത്സരം നടക്കുക? അപ്പം സ്കൂൾ മത്സരം നടക്കുന്ന ദിവസം എന്നാണ് മക്കളെ? 20/12/2025. അതായത് 12ാമത്തെ മാസം ഏതാണ്? അവസാന മാസം ഡിസംബർ 20 മത്സരം നടക്കുന്നത്. അത് കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് സബ് ജില്ലാ മത്സരം നടക്കുന്നത്? 1/1/2026 ആവാൻ എത്ര ദിവസം വേണം? 20 കഴിഞ്ഞ് 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31. അതായത് ഡിസംബർ 31 ദിവസങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ജനുവരി 1/1/2026 എന്ന് പറയുന്നത്. അപ്പോൾ 11 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് 12 മാസങ്ങളാണ് ഉള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതായത് 1 മുതൽ 12 വരെയുള്ള മാസങ്ങൾ. ഇതിൽ തന്നെ പല മാസങ്ങളിലും പല ദിവസങ്ങളാണ് ഉള്ളത്. ജനുവരി 31 ഉണ്ട്, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29. അതായത് 4 വർഷം കൂടുമ്പോഴാണ് ഫെബ്രുവരി 29 ആവുക. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31 എന്നിങ്ങനെയാണ് മാസങ്ങളും ദിവസങ്ങളും വരുന്നത്. ഇനി ഡിസംബർ 31 കഴിഞ്ഞാൽ നേരെ പിന്നെ ജനുവരി 1 ആവും. ആ സമയം വർഷവും മാറും. അതായത് 2025 ഇപ്പോൾ 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ ആ വർഷത്തിലെ ഡിസംബർ 31 വരെ 2025 തന്നെയാണ് വർഷം. അടുത്ത വർഷം വരുന്നത്, അതായത് ഡിസംബർ 31 കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ടുള്ള ദിവസം ജനുവരി 1. ഈ ജനുവരി 1 ആകുമ്പോൾ 2025 മാറി 2026 ആവുന്നു. ഇത്തരത്തിലാണ് വർഷങ്ങളുടെ മാറ്റവും വരുന്നത്. കലണ്ടർ നോക്കൂ, കണ്ടുപിടിക്കൂ. ഈ വർഷത്തെ കലണ്ടർ നോക്കൂ. ഡിസംബർ 22 ഏത് ദിവസമാണ്? ഡിസംബർ 22 തിങ്കളാഴ്ചയാണ്. മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. മാർച്ച് 11 ഏത് ദിവസമായിരുന്നു? മാർച്ച് 11 ചൊവ്വാഴ്ചയായിരുന്നു. മക്കൾ കലണ്ടർ നോക്കാതെ ഇത് മനസ്സിൽ കൂട്ടിയിട്ടും പറയാം. കാരണം 7 ദിവസമാണ് ഒരാഴ്ചയിലുള്ളത്. 8ാമത്തെ ദിവസം വീണ്ടും അതേ ദിവസമായിട്ടാണ് വരിക. അതായത് 1 തിങ്കൾ തൊട്ട് തുടങ്ങിയ, ഞായർ തൊട്ട് 1 തുടങ്ങുകയാണെങ്കിൽ ഞായർ 1, തിങ്കൾ 2, ചൊവ്വ 3, ബുധൻ 4, വ്യാഴം 5, വെള്ളി 6, ശനി 7, പിന്നെ 8 അതായത് 8 എന്ന് വരുന്ന 8ാമത്തെ ദിവസം ഏത് വരും? വീണ്ടും ഞായറാഴ്ച തന്നെ വരും. അങ്ങനെ നിങ്ങൾക്കിത് കണക്ക് കൂട്ടാം. 3ാമത്തെ ചോദ്യം, ഇന്ന് ഞായറാഴ്ചയാണ്. 24ാമത്തെ ദിവസം ഏതായിരിക്കും? ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 1-ാം തീയതി ആണെന്ന് കരുതുക. 1-ാം തീയതി തൊട്ട് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 2-ാം തീയതി എന്താണ്? തിങ്കൾ, 3 ചൊവ്വ, അങ്ങനെ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ 24ാമത്തെ ദിവസം എന്തായിരിക്കും വരിക? ബുധനായിരിക്കും വരിക അല്ലേ? അതായത് ഇന്ന് ഞായറാണെങ്കിൽ അവിടെ നിന്ന് 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞായർ വരും. 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞായർ, പിന്നെ 21 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞായർ. അപ്പോൾ 22ാമത്തെ ദിവസം തിങ്കൾ, 23 ചൊവ്വ, 24ാമത്തെ ദിവസം ബുധൻ. കലണ്ടർ കണക്ക്. കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെറ്റ് സംഖ്യകളും നോക്കൂ. എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? നോട്ട് ബുക്കിൽ എഴുതൂ. നോക്കൂ, ആദ്യം താഴേക്ക് ആദ്യത്തേത് 3, 10, 17, 24, 31. 3ലേക്ക് 7 കൂട്ടിയാൽ 10, 10ലേക്ക് 7 കൂട്ടിയാൽ 17, 17ലേക്ക് 7 കൂട്ടിയാൽ 24, 24ലേക്ക് 7 കൂട്ടിയാൽ 31. അപ്പോൾ ബന്ധം എന്താണ് മക്കളെ? അവിടെ 7 വീതമാണ് കൂടി വരുന്നത്. അടുത്തൊരു സെറ്റ് നോക്കൂ, 4, 12, 20, 28. ഇവിടെ 8 വീതമാണ് കൂടി വരുന്നത്.
മൂന്നാമത്തെ സെറ്റ് 2, 8, 14, 20, 26. ഇവിടെ 6 വീതമാണ് കൂടി വരുന്നത്. തുടർന്നുള്ള സംഖ്യകൾ എഴുതാമോ? നമുക്ക് 3 പാറ്റേണുകൾ തന്നിട്ടുണ്ട് കലണ്ടറിലുള്ള സംഖ്യകൾ നോക്കിയിട്ട്. ആദ്യത്തേത് നോക്കൂ, 3, 10, 17. ബാക്കി ഏത് വരും? 7 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ ബാക്കി 2 സംഖ്യകൾ 24, 31. പിന്നെ അടുത്ത പാറ്റേൺ 4, 12, 20. ഇവിടെ 8 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ 28. പിന്നെ കലണ്ടറിൽ നോക്കിയാൽ അടുത്ത സംഖ്യ കിട്ടില്ല, കാരണം മാക്സിമം 31 വരെയല്ലേ കലണ്ടറിലെ ദിവസങ്ങളുള്ളൂ. അത് നോക്കാതെയുള്ള പാറ്റേൺ ആണ് എഴുതുന്നതെങ്കിൽ അടുത്ത സംഖ്യ 36 വരും. പിന്നെ മൂന്നാമത്തെ പാറ്റേൺ 2, 8, 14. 6 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്തത് വരുന്ന സംഖ്യകൾ 20, 26. കലണ്ടർ പരിശോധിച്ച് കൂടുതൽ പാറ്റേണുകൾ കണ്ടുപിടിക്കൂ. ഇവിടെ ഒക്ടോബർ മാസത്തെ കലണ്ടർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേണുകൾ കണ്ടുപിടിക്കാം. ഞാൻ എഴുതിയത് നോക്കൂ, 1, 9, 17, 25. അതുപോലെ 4, 11, 18, 25. ഇങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പാറ്റേണുകൾ കണ്ടുപിടിക്കാം. ഇനി കുറച്ച് തുടർന്നുള്ള ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ 5:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് 5:30 സ്കൂളിൽ തിരിച്ചെത്തി. യാത്രയ്ക്കെടുത്ത സമയം എത്ര? നമുക്ക് ചെയ്യാതെ തന്നെ അറിയാം. ഒരു ക്ലോക്ക് 5:30 തുടങ്ങി വീണ്ടും 5:30 തന്നെ എത്തണമെങ്കിൽ ക്ലോക്ക് മുഴുവനായിട്ട് ഒരു തവണ കറങ്ങേണ്ടി വരും അല്ലേ? അപ്പോൾ എത്രയായി? മുഴുവനായിട്ട് ഒരു തവണ കറങ്ങുന്നതിന് മണിക്കൂർ സൂചി വേണ്ടത് എത്രയാണ്? 12 മണിക്കൂറാണ്. അപ്പോൾ 12 മണിക്കൂറാണ് യാത്രയ്ക്കെടുത്തത്. ചോദ്യം 2, മണിക്കൂർ സൂചി 7 തുടങ്ങി 3 എടുക്കുന്ന സമയം എത്ര? മണിക്കൂർ സൂചി 7 തുടങ്ങി 8 എത്തണമെങ്കിൽ 1 മണിക്കൂർ, 9 എത്താൻ 2 മണിക്കൂർ, 10 എത്താൻ 3 മണിക്കൂർ, 11 എത്താൻ 4 മണിക്കൂർ, 12 എത്താൻ 5 മണിക്കൂർ, പിന്നെ 1 എത്താൻ 6 മണിക്കൂർ, 2 എത്താൻ 7 മണിക്കൂർ, 3 എത്താൻ 8 മണിക്കൂർ. അപ്പോൾ 8 മണിക്കൂറാണ് എടുക്കുന്ന സമയം. ചോദ്യം 3, സെക്കൻഡ് സൂചി 5 തുടങ്ങി 11 എത്താൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡാണ്? 5 നിന്ന് 6 എത്താൻ 5 സെക്കൻഡ് വേണം. അതായത് ഓരോ 2 നമ്പേഴ്സിൻ്റെ അക്കങ്ങളുടെയും ഇടയിലുള്ള സെക്കൻഡുകളുടെ വ്യത്യാസം എത്രയാണ്? 5 വീതമാണ്. 6 നിന്ന് 7 എത്തുമ്പോൾ വീണ്ടും 5. അപ്പം 5 നിന്ന് 7 എത്താൻ 10 സെക്കൻഡ്, 5 നിന്ന് 8 എത്താൻ 15, 9 എത്താൻ 20, 10 എത്താൻ 25, 11 എത്താൻ 30 സെക്കൻഡ് വേണ്ടി വരും. 60 സെക്കൻഡുകൾ ചേർന്നതാണ് 1 മിനിറ്റ്. അപ്പോൾ 60ൻ്റെ പകുതിയായ 30 സെക്കൻഡുകൾ ചേർന്നാൽ എത്ര മിനിറ്റായി? അര മിനിറ്റാണ് ആവുന്നത്. ചോദ്യം 4, 2 മണിക്കൂർ മുൻപ് സമയം 9:30 ആയിരുന്നു. 3.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും? അപ്പോൾ 2 മണിക്കൂർ മുൻപുള്ള സമയം എന്ന് പറയുന്നത് 9:30 അഥവാ 9:30 അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്രയായിരിക്കും? ഈ 9:30 2 മണിക്കൂർ കൂട്ടണം അല്ലേ? 9:30 1 മണിക്കൂർ കൂട്ടിയാൽ 10:30, 1 മണിക്കൂർ കൂടെ കൂട്ടിയാൽ 11:30 സമയം. പിന്നെ ഇവിടെ നിന്ന് 3.5 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയാവും? അതായത് 11:30 നിന്ന് 3.5 മണിക്കൂർ കഴിയണം. 11:30 നിന്ന് 3 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയായി? 1 മണിക്കൂർ കഴിഞ്ഞാൽ 12:30, 2 മണിക്കൂർ കഴിഞ്ഞാൽ 1:30, 3 മണിക്കൂർ കഴിഞ്ഞാൽ 2:30. പിന്നെ ഒരു 30 മിനിറ്റ് കൂടെ കഴിയണം അല്ലേ? 2:30 നിന്ന് 30 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 3 മണി. അപ്പോൾ സമയം എത്രയാണ്? 3.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം 3 മണിയാണ്. ചോദ്യം 5, ജനുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച 2-ാം തീയതിയാണ്. വെള്ളിയാഴ്ച വരുന്ന മറ്റ് തീയതികൾ ഏതെല്ലാമാണ്? ഇതിലേക്ക് 7 വീതം കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച 2-ാം തീയതിയാണ്. 2 കൂട്ടണം 7. രണ്ടാമത്തെ വെള്ളിയാഴ്ച 9-ാം തീയതിയാണ്. പിന്നെ 9-ാം തീയതി വരും. പിന്നെ 9 കൂട്ടണം 7, 16-ാം തീയതി വെള്ളിയാഴ്ച വരും. പിന്നെ 23-ാം തീയതി വെള്ളിയാഴ്ച വരും. 30-ാം തീയതിയും വെള്ളിയാഴ്ച വരും. ചോദ്യം 6, 7-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 17-ാം തീയതി ഏത് ദിവസമാണ്? 27-ാം തീയതി ഏത് ദിവസമാണ്? അപ്പോൾ 7-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച എന്നാ വരിക? 7 കൂട്ടണം 7, 14-ാം തീയതി വരും അല്ലേ? അപ്പോൾ 14-ാം തീയതി കഴിഞ്ഞ് പിന്നെ 17 ആവാൻ 14 വ്യാഴം, 15 വെള്ളി, 16 ശനി, 17 ഞായറാണ് വരുന്നത്. പിന്നെ 17-ൽ നിന്ന് 7 കൂടെ കൂട്ടിയാൽ അതായത് 24-ാം തീയതി എന്ത് വരും? ഞായറാഴ്ച തന്നെ വരും. പിന്നെ 25 തിങ്കൾ, 26 ചൊവ്വ, 27 ബുധനായിരിക്കും വരുന്നത്. സമയം എഴുതൂ. ആദ്യത്തെ ക്ലോക്കിലെ സമയം നോക്കൂ, 9 മണി. എത്രയാണ്? എത്രാമത്തെ മിനിറ്റിലാണ് നിൽക്കുന്നത്? 5-ൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട് അല്ലേ? 5-ലാണെങ്കിൽ 25 ആണ്.
ഇത് 27 അപ്പോൾ 27 മിനിറ്റ് സെക്കൻഡ് ഒന്നിൽ നിന്ന് മൂന്നാമത്തെ സൂചി. ഒന്നിലാണെങ്കിൽ 5, അപ്പോൾ മൂന്നാമത്തെ ആകുമ്പോൾ 8 സെക്കൻഡ്. രണ്ടാമത്തെ ക്ലോക്ക് നോക്കൂ, 8 മണി. 8ലാണ് മണിക്കൂറിൻ്റെ സൂചി. അപ്പോൾ 8 മണി മിനിറ്റ് എത്രയാണ്? 5ന് നേരെയാണ്. 25 മിനിറ്റ്. സെക്കൻഡ് നോക്കൂ, 12ലേക്ക് എത്തിയിട്ടില്ല, ഒരു സൂചി അകലെയാണ്. അപ്പോൾ 59 സെക്കൻഡ്. 8 സമയം നോക്കൂ, ക്ലോക്കിൽ വരയ്ക്കൂ. ആദ്യത്തേത് നോക്കൂ, സമയം 4 മണി 28 മിനിറ്റ് 44 സെക്കൻഡ്. 4 മണി എന്ന് പറയുമ്പോൾ 4നും 5നും ഇടയിലായിട്ട് വരും. 28 എന്ന് പറയുമ്പോൾ 6ലേക്ക് എത്തില്ല, 6ൽ നിന്ന് 2 സൂചി ഇപ്പുറത്ത്. 44 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 45 സെക്കൻഡ് ആണെങ്കിൽ 9ന് നേരെ ആയിരിക്കും. 44 സെക്കൻഡ് ആകുമ്പോൾ 9ൽ നിന്ന് ഒരു സൂചി ഒരു കുത്ത് അപ്പുറത്ത്. രണ്ടാമത്തെ ക്ലോക്കിലെ സമയം നോക്കൂ, 1 മണി 45 മിനിറ്റ് 40 സെക്കൻഡ്. 1 മണി എന്ന് പറയുമ്പോൾ 1നും 2നും ഇടയിലായിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2ലേക്ക് എത്താൻ ആയിട്ടുണ്ടാവും മണിക്കൂർ സൂചി. 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 9ന് നേരെ. 40 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സൂചി 8ന് നേരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നിങ്ങൾക്ക് 5ാമത്തെ ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്